ഇന്ത്യയിൽ ആദ്യമായി മിഷണറി വർക്ക് തുടങ്ങിയ രാജവംശം ഏതാ? ഇന്ത്യയിൽ ആദ്യമായി. ക്ലൂ 1, ഏൻഷ്യന്റ് പീരീഡ്. അശോകന്റെ കാലത്ത് ബുദ്ധമത പ്രചരണത്തിനായി മോളെയും മരുമോനെയും സിലോണിലേക്ക് വിടുന്നു. അവിടുന്ന് ഓർത്തിരിക്കുക. ഇവിടെ ഇങ്ങനെ പഠിക്കുമ്പോൾ ഓരോന്നോരോന്ന് ഓർത്തിരിക്കുക. മിഷണറി വർക്ക് തുടങ്ങുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധിസ്റ്റ് സ്റ്റഡി നടത്തിയിട്ടുള്ള വിദേശി ആരാണ്? ഹുവാൻസാങ് ഓഫ് ചൈന. ഇൻ കണക്ഷൻ വിത്ത് ഹുവാൻസാങ്, conventions were conducted by which ruler? Harshavardhana, known as what? അതിന്റെ പേരെന്താ കൺവെൻഷൻസിന്റെ? ഈ അടുത്തിരിക്കുന്ന ചോദിക്കും, ഓരോരുത്തരുടെ വിഷമം അവരവർക്കറിയാം. പറഞ്ഞേ. ഇറ്റ് ഈസ് എ പ്രയാഗ് അസംബ്ലി ആൻഡ് കന്നൌജ് അസംബ്ലി. ആ പ്രയാഗിന്റെ പഴയ പേര് പ്രയാഗ് എന്നായിരുന്നു. പിന്നെ അത് മുസ്ലിങ്ങൾ വന്നപ്പോൾ പേര് മാറ്റി അള്ളാഹയുടെ അബോർഡ്, അള്ളാഹ് സ്ഥിരമായി ഇരിക്കുന്ന റെസിഡൻസി എന്നർത്ഥം വരുന്ന അള്ളാഹ്ക അബാദ് എന്നാക്കി. അത് പറഞ്ഞു പറഞ്ഞ് അലഹബാദായി. ഇപ്പം ഉള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല, വീണ്ടും അത് പ്രയാഗാക്കി. അപ്പം എൻ്റെ റൂട്ട് മൊത്തം നമ്മൾ പഠിക്കുന്നത് വ്യക്തമായി പോവുക. ഈ 2 സദസ്സുകളിലും പങ്കാളിയായിരുന്ന ചൈനീസ് ട്രാവലറാണ് ആര്? ഹുവാൻസാങ്. ഹുവാൻസാങ്ങിന്റെ ഇരട്ടപ്പേരെന്താ? What is the nickname of Huansang? The Pilgrim Monk. Pilgrim Monk. അങ്ങനെ ചോദ്യങ്ങളൊക്കെ വരാം. Then ഇപ്പോൾ നമ്മൾ പോർച്ചുഗീസിന്റെ കംപ്ലീറ്റ് ആണ്ടായി. Then next is the Dutch ആണ്. When we talk about the Dutch, ഒരുപാടൊന്നും ഓർക്കാനുള്ള 3 കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, the Dutch naval captain De Lannoy, എളുപ്പം പറഞ്ഞ ഡിനലോയി എന്നല്ല, DELANOY, ലാനോയി, De Lannoy betrayed the Dutch and joined with Marthandavarma. Dutch were defeated by Marthandavarma in the Battle of Colossal. De Lannoy became the military training officer of the Travancore military. തിരുവിതാംകൂർ പട്ടാളത്തിന്, കേരളത്തിലെ പട്ടാളത്തിന് ആദ്യമായി യൂറോപ്യൻ ട്രെയിനിങ് നൽകുന്ന ആരാണ്? ഡച്ചുകാരാണ്, ദേ ലാനോയി. ദെൻ ഡച്ചുകാരുടെ മഹത്തരമായ കോൺട്രിബ്യൂഷൻ ഹോർത്തസ് മലബാറിക്കസ്. ഹോർത്തസ് മലബാറിക്കസ് ഈസ് an encyclopedia of all the indigenous medicinal plants, consisting of 12 volumes, edited by Van Reed with the help of Itti Achyutan, the Ayurvedic physician of Kerala. And the uniqueness of the book is what? Diagrammatic scribing of the plants on copper plates. ചെമ്പ് തകിടുകളിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ചെടികളുടെ ചിത്രങ്ങൾ ചെമ്പിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിൽ പലർക്കും നമുക്ക് മരുന്നുകളുടെ പേരൊക്കെ അറിയാം, കണ്ടാൽ അറിയത്തില്ല. കഴിഞ്ഞ തവണ സിവിൽ സർവീസിന് ചോദിച്ചൊരു ചോദ്യമാണ് കേരളത്തിൽ നിന്ന് പോയൊരു കുട്ടിയെടുത്ത്, പ്രത്യേകിച്ച് ആ പാവം കൊച്ച് ആയുർവേദക്കാരിയായിപ്പോയി. എടുത്ത പാല് ചോദിച്ചു, ദശപുഷ്പങ്ങൾ ഏതൊക്കെയാ? ആർക്ക് പറയാം? ഇപ്പം വേണ്ട, പരീക്ഷയ്ക്ക് പഠിച്ചാൽ മതി. ദശപുഷ്പങ്ങൾ, അതുപോലെ ത്രിഫലങ്ങൾ, അതുപോലെ തന്നെ പഞ്ചാക്ഷരി, നാണക്കേടാ, നമശിവായ, നമശിവായ. ശിവൻ ബഹുമാനായതുകൊണ്ട് ഓം ചേർക്കുന്നു, ഓം നമശിവായ. പഞ്ചാക്ഷരി, ഇതറിയാൻ വയ്യാത്ത ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക്. പൗരത്വ ബില്ലാണോ വേണ്ടത്, ഇതാണോ വേണ്ടത്, നിങ്ങൾ തീരുമാനിക്കുക.
പക്ഷേ നമ്മൾ പഠിക്കുന്ന വ്യക്തമായിട്ട് പഠിക്കുക. ദിസ് വേ ദ തിങ്സ് ആർ കമ്മിങ്. നമ്മുടെ ഫ്രെയിം സിലബസ് കണ്ടുകൊണ്ടല്ല നോക്കേണ്ടത്. യു ഹാവ് ടു റിവോൾവ് ഇറ്റ്. ഇപ്പോൾ ഡച്ചുകാരുടെ ഏറ്റവും വലിയ ഞാൻ പറഞ്ഞു ഓർത്തസ് മലബാറിക്കസ്. അതുപോലെ ഡച്ച് പാലസ്, ബോൾഗാട്ടി പാലസ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ദ സിമ്പിൾ സ്റ്റൈൽ ബട്ട് എലിഗൻറ്റ്. നമ്മുടെ ചില വീടുകളൊക്കെ ഉണ്ടല്ലോ, വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല, ഇതാണ് ജനൽ, ആണൊരു കഥക്, ഒരു മുറി, പക്ഷെ കയറി ചെന്ന ഒരു രസമുണ്ട്. സിമ്പിളാണ്, എന്നാലൊരു മേസ്റ്റിക് ലുക്കുണ്ട്. മറ്റേ ചില വീടൊക്കെ ഉണ്ട്, കയറി നിർത്തി തന്നെ ഗേറ്റിൻ്റെ അവിടെ തന്നെ 3 വിയാവിരി, പിന്നെ 2 കൊളുത്ത്, പിന്നെ 2 മറ്റേ പൂട്ട്, ഇതെല്ലാം തുറന്നെടുത്ത് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് വീട്ടിൽ കയറാനുള്ള സമയം കഴിയും, പിന്നെ അവിടെ ഇറങ്ങിപ്പോവും. കേട്ടില്ല? ആ വീട് കാണത്തില്ല. അനുഭവത്തിലുള്ളവരാണ് പറയുന്നത്. അപ്പം നമുക്ക് അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്. റോഡിനപ്പുറത്തൂടെ അതുപോലുള്ളവർ നടന്നു പോകുന്നതുകൊണ്ട് മതിൽ പൊക്കി കെട്ടിയതാണ്. ദെൻ ഇപ്പോൾ അമ്പലങ്ങളിൽ നമ്മുടെ എല്ലാം തന്നെ അത് നമ്മുടെ തത്വശാസ്ത്രത്തിനെതിരാണ്. കാരണം വായു കയറണം, ചുറ്റും മതിലുകൾ വന്നു കഴിഞ്ഞാൽ വായു കയറത്തില്ല, മേളിൽ കൂടെ പോവും, ടെറസിന് മേളിൽ കൂടെ കാറ്റ് പോവും, അകത്ത് ചൂടും വരും. പണ്ടതല്ല, പുറംമതിലുണ്ട്, പുറംമതിൽ പുരേടത്തിലാണ്, അകമതിൽ അരമതിലാണ്, ജനലുകളുടെ ലെവലിന് താഴെയാണ്, കാറ്റ് കയറുകയും വരികയും ചെയ്യും. കിഴക്ക് പടിഞ്ഞാറ് ദിശയുണ്ട്, കാറ്റടിക്കുന്നതിന് ദിശയുണ്ട്, അതനുസരിച്ചാണ് വീട് വെക്കുന്നത്. അതിൻ്റെ സൈഡിൽ കൊണ്ട് കാറ്റ് കയറുന്നിടത്ത് സൈഡിൽ കൊണ്ട് കക്കൂസ് വെക്കത്തില്ല. ഇന്നിപ്പോൾ അതാ ചെയ്യുന്നത്. അതൊക്കെയാണ് നമ്മുടെ പഴയ തത്വശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. അതാണ് ഇന്ന് ആ ശാസ്ത്രശാസ്ത്രമാണ് ഡെവലപ്പ് ചെയ്ത് യൂറോപ്യൻ വാസ്തുശില്പകലയുടെ യൂറോപ്യൻ എഡിഷൻ കൊണ്ടുവന്ന ആരാണ്? ബെക്കർ സാഹിബ്. ലോ കോസ്റ്റ് ഹൗസസ്. നമ്മുടെ തമ്പാനൂരിരിക്കുന്ന കോഫി ഹൗസ് അടിയിൽ ഓടയാണ്, നാറിയ ഓടയാണ്, അതിന് മണ്ടല വെച്ചേക്കുന്നത്. പക്ഷെ ആ നാറ്റം ഇവിടെ വരുന്നില്ല. കാരണം അതിനേക്കാൾ ഹൈ ലെവലിൽ ഏറെ ഇറങ്ങാനുള്ള എല്ലാ ക്യൂബിക്കിൾസും അതിനകത്തുണ്ട്. ദാറ്റ് ഈസ് എ പെക്യുലാരിറ്റി ഓഫ് ഇറ്റ്. അപ്പോൾ അവിടെ നിന്ന് ഓർത്തിരിക്കുക ബെക്കർ സ്റ്റൈല്. ദെൻ ഇവിടെ ഞാൻ പറഞ്ഞത് ഡച്ചിൻ്റെ ഇത്രയുമാണ് ബോൾഗാട്ടി പാലസ്. ദെൻ ഓർത്തസ് മലബാറിക്കസ് പ്രത്യേകം ഓർക്കുക. These are the main aspects of the Dutch. Then there came the French and the English. ഇംഗ്ലീഷ് നിങ്ങൾ മോഡേൺ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷുകാർ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഈസ് ദാറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് വിക്ടോറിയൻ സ്റ്റൈലാണ്, വിക്ടോറിയൻ ആർട്ട് ഫോമാണ്. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് വിക്ടോറിയൻ ആർട്ട് ഫോമിൻ്റെയും ഇന്ത്യൻ ആർട്ട് ഫോമിൻ്റെയും എക്സാമ്പിളാണ് BJT ഹാള്. ഇന്നത് പറയാൻ പാടില്ല, ഇന്നതിൻ്റെ പേര് മാറ്റി, BJT ഹാള്. അതുപോലെ തന്നെ ഇന്ത്യൻ നാലുകെട്ട് സ്റ്റൈലാണ് കനകക്കുന്ന് കൊട്ടാരം. കവടിയാർ ഈസ് ദ എക്സാമ്പിൾ ഓഫ് സൗത്ത് ഇന്ത്യൻ സ്ട്രക്ചറൽ ആർട്ട്, പർട്ടിക്കുലർലി ഓഫ് ദ പല്ലവ സ്റ്റൈൽ. ഇത്രയുമൊക്കെയാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. വിക്ടോറിയൻ പീരീഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ സ്റ്റൈല് മെജായിട്ട് വരുന്നത് ഇംഗ്ലീഷുകാരാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലേക്കുള്ള വിദേശ സ്വാധീനങ്ങൾ. ഈ സ്വാധീനങ്ങളെല്ലാം തന്നെ ഭരണക്രമങ്ങളിലും ഉണ്ടായി. എ സെൻട്രലൈസ്ഡ് ഫോം ഓഫ് ഗവൺമെൻറ് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ബൈ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഫ്രം ദ ടൈം ഓഫ് വില്യം പിറ്റ്സ് ആക്ട്. അതുപോലെ നമ്മൾ കാണുന്ന സെൻട്രലൈസ്ഡ് സിസ്റ്റം വരുന്നുണ്ട്. ആദ്യമായിട്ട് ഇന്ത്യ മൊത്തം, ബ്രിട്ടീഷ് ഇന്ത്യ മൊത്തമായിട്ടുള്ള ഗവർണർ ജനറൽ വരുന്ന ആരാണ്? വില്യം ബെന്റിംഗൻ 1833 ചാർട്ടർ ആക്ട് അതും പ്രകാരം വരുന്നു. അത് കഴിഞ്ഞ് അത് ഗവർണർ ജനറൽ കം വൈസ്രോയി പോസ്റ്റ് വരുന്നത് 1858 മുതൽ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ വാസ് ലോർഡ് കാനിങ്. ദ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യ മൗണ്ട് ബാറ്റൻ. ദ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ just after the mutiny, Lord Canning. The first Governor General come Viceroy after the mutiny, Lord Canning. The last Governor of Bengal, Warren Hastings. First Governor General of Bengal, Warren Hastings. The first governor who ruled twice in Bengal,
റോബർട്ട് ക്ലൈവ് എപ്പോഴൊക്കെയാ? ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് ബെക്സാർ. ക്ലിയർ ആകുന്നല്ലോ, ഏരിയ മൊത്തം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കൊണ്ട് നമുക്ക് എന്താ മനസ്സിലായത്? കലാരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് ഒക്കെ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ യൂറോപ്യൻ ഇൻഫ്ലുവൻസ് സഹായിച്ചു. ദാറ്റ് ഈസ് ദ salient feature of which century? 18th century. Then introduction of missionary work, particularly LMS, Basel Evangelical Mission. Then Syrian Christians, Latin Christians. These influences promoted education in Kerala, in India. ആ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയ വ്യക്തിയായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഏലിയാസ് അച്ഛൻ ചാവറ. അദ്ദേഹത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു ഏത്? ഓരോ പള്ളിക്കും ഓരോ പള്ളിക്കൂടം ഉണ്ടായിരിക്കണം. ഒരു പള്ളി, ഒരു പള്ളിക്കൂടം. ജയ് ജവാൻ ജയ് കിസാൻ. ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവന്നത്, എഡ്യൂക്കേഷന് വേണ്ടി കൊണ്ടുവന്നത് ചാവറയച്ചനാണ്. അത് ഇൻഫ്ലുവൻസ് ഓഫ് ദ ക്രിസ്ത്യാനിറ്റി അവരുടെ വരവാണ്. പക്ഷെ അത് ആരേറ്റെടുത്തു? നാരായണ ഗുരുസ്വാമി. വിദ്യ കൊണ്ട് പ്രബുദ്ധമാകണം, ആ മുദ്രാവാക്യം അദ്ദേഹം കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി സാമൂഹ്യമായ മാറ്റങ്ങൾ, അതിൻ്റെ തുടക്കം എന്ന് കുറിച്ചു 1813 ചാർട്ടർ ആക്ട് പറഞ്ഞു 1 lakh rupees per year should be isolated for the development of education among the Indians, and the company should help the missionaries to promote a modern education system and avoidance of bad practices from Indian society. അങ്ങനെ വരുന്ന ആദ്യത്തെ ആക്ടാണ് 1813 ചാർട്ടർ ആക്ട്. എന്തോ അല്ല, അങ്ങനെയല്ല. പള്ളി എന്നുള്ള വാക്ക് വരുന്നത് നമ്മൾ ചർച്ചുകൾ, അതാ പണ്ട് ആരാധനാലയങ്ങൾ, ആൽത്തറകൾ. അവിടെ ആൽത്തറയുണ്ടെങ്കിൽ അവിടെയാണ് വിദ്യാലയം ഉണ്ടായിരുന്നത്. പക്ഷെ അത് ആരാധനാലയമായിരുന്നു. ആളുകൾ കൂടുന്ന സ്ഥലമാണ് ആരാധനാലയവും വിദ്യാലയവും. അപ്പോൾ അവിടെയുള്ള ഈ രണ്ടു പേർക്കും അത്യാവശ്യം വേണ്ടത് എന്താ? വെള്ളവും ആഹാരവും അല്ലേ? അല്ല, ഓക്സിജൻ വേണം. ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്ന മരം ഏതാ? ആൽമരമാണ്. ആലിൻ്റെ മൂട്ടിയിരുന്ന് വായിക്കുന്നതും AC മുറിയിരുന്ന് വായിക്കുന്നതിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഡെവലപ്മെന്റ് ഉണ്ടായി. അങ്ങനെ ആരാധനാലയങ്ങൾക്ക് പള്ളി എന്നൊരു വാക്കുണ്ട്, ഗുരുകുലം എന്ന വാക്കുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ചെറിയ കൂടങ്ങളായി പഠന സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് വേദപഠനങ്ങൾ, പൂജകൾ കഴിഞ്ഞാൽ പ്രധാന പൂജാരി വേദപഠനങ്ങൾ നടത്തും. അതിന് മാത്രമായി കുറച്ചു പേരിരിക്കും. എല്ലാവരും എല്ലാം കേൾക്കത്തില്ലല്ലോ. ഏറ്റവും ശ്രദ്ധിക്കുന്ന കുറച്ചു പേരെ ഗുരു പണ്ട് പിടിച്ചടുത്തിരുത്തിയിരുന്നല്ലേ? അങ്ങനെ പഠിപ്പിച്ചതിൻ്റെ പേരെന്താ? ഉപനിഷത്ത്. അത് അടുത്ത് ഇരുത്തി പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും ഇല്ലായിരുന്നു. അതാണ് ഉപനിഷത്ത്. അത് സാധാരണക്കാരന് തലയിൽ കയറത്തില്ല. ഇറ്റ് ഈസ് ഹൈലി ഫിലോസഫിക്കലാണ്. അതുകൊണ്ടാണ് ഉപനിഷത്ത് എവിടെ കൊടുത്തിരിക്കുന്നത്? അവസാനം. നീണ്ട കഥ വായിച്ചിട്ട് അവസാനമാണ് അതിൻ്റെ ചുരുക്കം മനസ്സിലാവത്തുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ മൊത്തം വായിക്കണം. അങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത്. ആദ്യമേ സംഹിത, ചരിത്രം, പിന്നെ ആരണ്യകം, ബ്രാഹ്മണ്യം, അത് കഴിഞ്ഞാണ് ഉപനിഷത്ത്. ദ എൻഡ് പാർട്ട് ഓഫ് വേദ ഈസ് കാൾഡ് ഉപനിഷത്ത്. എല്ലാ വേദങ്ങളും, ബൈബിള്, എൻഡ് പാർട്ട് ഓഫ് ദ ബൈബിൾ ഈസ് റെവലേഷൻ, വെളിപാട്. അത് വായിച്ചാലൊന്നും ആർക്കും തലയിൽ കയറത്തില്ല.
അതുപോലെ തന്നെ ഖുർആന്റെ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് 2 ചാപ്റ്റേഴ്സ് ഫിലോസഫിക്കലാണ്. അപ്പോൾ അങ്ങനെയുള്ള കോൺസെപ്റ്റുകളാണ്. ഇനി നമ്മൾ കാണുന്നത് ഈ ഇംഗ്ലീഷുകാരുടെ പീരീഡിൽ തന്നെ സെൻട്രലൈസ്ഡ് എഡ്യൂക്കേഷൻ സ്ട്രക്ചർ, എഡ്യൂക്കേഷൻ സിസ്റ്റം, അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുന്നത് 1813 മുതൽ ഇങ്ങോട്ട് ഓർക്കുക. അപ്പോൾ ഇത് നൂറ്റാണ്ടായി, 18ാം നൂറ്റാണ്ടായി. ഇത് നമ്മുടെ കേരളത്തെ സ്വാധീനിച്ചോ? സ്വാധീനിച്ചു. ഈവൻ ബിഫോർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ബൈ ദ ബ്രിട്ടീഷ്. ഏത് ആക്ടും പ്രകാരം? ഫസ്റ്റ് ബൈ 1833 ചാർട്ടർ ആക്ട്. ആ ചാർട്ടർ ആക്ടിന് പ്രകാരം a law member was made. Bending made that law member as an education member. Thus in 1835 Macaulay's minutes were produced. Thus English education was introduced. But that English education was taught in English, not in vernacular language. So the common Indians were unaware to learn what? English. കാരണം അവൻ മലയാളം പഠിച്ചു. അവനെ പിടിച്ച് സ്കൂളിൽ ഇരുത്തിയിട്ട് മദർ, ഫാദർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കുട്ടനത് കേട്ട് വീട്ടിൽ വരും. അമ്മ ചോദിക്കും എന്താ പാടാ? ഫാദർ, ഗുഡ് മോർണിംഗ്. മദർ, കഴിക്കാൻ വല്ലതും വേണ്ട? ഫാദർ. അവരാകെ എന്താളിച്ചു. അപ്പോൾ അതൊരു ഫെയിലിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പേര് കിട്ടി ഡൗൺവേർഡ് ഇൻഫിൽട്രേഷൻ സിസ്റ്റം. അത് കഴിഞ്ഞു. അത് നമ്മൾ കാണുന്ന 1854 ദ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ ആരാ? ഡെൽഹൌസി. ആ പീരീഡിൽ കണ്ട് നമ്മൾ ചാൾസ് വുഡ് ഡെസ്പാച്ച്. ചാൾസ് വുഡ് ഡെസ്പാച്ച് ഇറ്റ് വാട്ട്? വെർനാകുലർ സിസ്റ്റം ഓർ ഇംഗ്ലീഷ് ത്രൂ വെർനാകുലർ മീഡിയ. പ്രാദേശിക ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുക, നമ്മളിപ്പം ക്ലാസ് എടുക്കുന്ന പോലെ. സോ ഇറ്റ് ഈസ് വെൽ നോൺ ടു എവറി വൺ. ആ സിസ്റ്റം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അങ്ങോട്ട് കാണുന്നത് ഓരോ കമ്മീഷൻസാണ്. ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് ഇൻ ദ ടൈം ഓഫ് റിപ്പൺ. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കമ്മീഷൻ ബൈ കഴ്സൺ. പിന്നെ നമ്മൾ കാണുന്നത് ഐഷിസൺ കമ്മീഷൻ, ലേസൺ കമ്മീഷൻ, ദെൻ വാർത്താ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ, എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ, ദെൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആൻഡ് പ്രസന്റ് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പോൾ ഓൾ ദീസ് ഡെവലപ്മെന്റ്സ് in multilingual system developed because of the Europeans. But in the case of Kerala, all these systems developed even just before the arrival of the English and their development. Another important event, when we talk from the time of Martanda Varma to Chitradirunal Maharaja, about 10 major Travancore rulers. This period is called the enlightened period of Kerala history.